ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് i20 ആണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് i20 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളെ വണ്ടിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കറക്റ്റ് എക്സാമ്പിൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ക്ലീൻ സ്പെക്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു i20 ആണ്. അപ്പോൾ പെർഫോമൻസ് സൈഡും പറയാനുണ്ട്, മറ്റേ ലുക്ക് ബേസും പറയാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ ലാഗാക്കുന്നില്ല, നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം വണ്ടിയുടെ ഓണറെ പരിചയപ്പെടാം. ഒരു പ്രത്യേക പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരാളാണ്. കാരണം വെച്ചാൽ ഇത് ഷംസു ആണ്, ഫാറ്റ് ബോബാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ അത്യാവശ്യമുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു വണ്ടി ഭ്രാന്തനാണ്, എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഷംസുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊക്കി പറയാനല്ല, പറയണം. ഞാൻ കുറേ കാലമായിട്ട് ചാനലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, പക്ഷെ ആൾ വരൂല, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഏതൊക്കെ നമ്മൾ അൾട്ടോൻ്റെ വീഡിയോയിലൊക്കെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കൊടുന്നീന്ന്, അറിയാതെ കൊടുന്നീന്ന് ഞാൻ. അപ്പോൾ ആളങ്ങനെ വല്ലാതെ വരലില്ല. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചാനലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു 3-4 വർഷം മുന്നേ, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 5-6 വർഷം മുന്നുള്ള കമ്പനിയാണ്. ഇതുവരെ സ്റ്റിൽ കുഴപ്പമില്ല, പിന്നെ കുഴപ്പമില്ലല്ലോ, പലപ്പോഴും എത്തി നോക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, എനിക്ക് നമ്മുടെ ചാനലിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഷംസുവിൻ്റെ കോൺട്രിബ്യൂഷൻ കുറേ ഉണ്ട് എന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ വണ്ടികൾ ഷംസുവാണ് കണക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മളെ ചാനലിൽ ഇപ്പോൾ അറിയാം, നിങ്ങൾക്ക് 213 വണ്ടി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ വണ്ടികൾ മോഡിഫൈഡ് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ പല വണ്ടികളും ഷംസുവാണ് നമുക്ക് കണക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങി ഫസ്റ്റ് നമ്മളിങ്ങനെ ഓരോ ലൊക്കേഷനൊക്കെ പോയി വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് വണ്ടിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ബസ്സിലും അതേപോലെയൊക്കെ പോയിരുന്ന സാഹചര്യത്തിലേക്ക് ഷംസാണ് എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി തന്നിട്ടുള്ളത്. അത് ഞാൻ മറക്കൂല. അത് ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ പുത്തനാടി വന്നിട്ട് ഞാൻ ബസ്സിൽ കയറി വന്നിട്ട് ലൊക്കേഷൻ കുറച്ച് ഉള്ളിലാണ്, ഒരു റിമോട്ട് ഏരിയയിലായിരുന്നു. അപ്പോൾ അന്ന് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷംസാണ് എൻ്റെ വണ്ടിയിൽ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ രണ്ടാളാണ് വയ്ക്കാണ്ട് ഷൂട്ട് ചെയ്യാൻ പോയതൊക്കെ. ആ കാര്യം ഞാൻ മറക്കൂല ഞാനത്. അതെ, ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ ഭയങ്കര നഷ്ടമായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയി ആളെ വീഡിയോ കിട്ടിയില്ല, പിന്നെ കിട്ടൂല്ല, അത് മറ്റൊരു കാര്യം. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ബന്ധമില്ലാത്ത മാതിരി തോന്നുമെങ്കിലും അപ്പോൾ 5-6 വർഷങ്ങളോളായിട്ടുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ. അത് ഈ ഒരു വണ്ടിൻ്റെ ഫീൽഡ് മാത്രം ഉള്ള ബന്ധം. നമ്മൾ നിർത്തം നോക്കണ്ട, അങ്ങനെ വീഡിയോ അധികം വരാത്തോടുള്ള പ്രശ്നമാണ് ഈ ഞാനും. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഷംസുവിൻ്റെ പേജിലും ഇഷ്ടംപോലെ വണ്ടികൾ കാണാറുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും, ഇപ്പോൾ പല എന്തൂസിയസ്റ്റുകളെയും അവരെ തലയിലിട്ട് മറ്റേ വണ്ടി ഭ്രാന്ത് ഇഞ്ചക്ട് ചെയ്തിട്ട് അവരെ വണ്ടി മോഡിഫൈ ചെയ്യാൻ ഉള്ള ആളാണിത്. അപ്പോൾ നമ്മളെ ബോബ് ക്രൂ എന്ന് പറയുന്ന ഒരു ക്രൂ തന്നെ ഇപ്പോൾ ആളുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ വണ്ടികളുണ്ട്. അത് വണ്ടികളൊക്കെ നമ്മളെ ചാനലിൽ വീഡിയോ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഷംസുവിൻ്റെ വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് i20 ആണ്. ഷംസുവിനെ അറിയുന്നവർക്കറിയാം, ഷംസു പ്ലസ് i20 ഇതൊരു കോംബോ ആണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എത്ര വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്? ഇപ്പോൾ ഈ മാർച്ച് 17 10 കൊല്ലം സ്റ്റിൽ നമ്മൾ ബ്രാൻഡ് ന്യൂ എടുത്തായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഷംസു ഓൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലുക്ക് ബേസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി. കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, വീട്ടിലത്തെ ഫാമിലി ഡെയിലി ഡ്രൈവിന് ഫാമിലി യൂസ് വണ്ടിയാണ്. ബ്രദറും ഫാദറും എല്ലാം കൂടെ എടുത്ത വണ്ടിയാണ്. അവരിൽ നാട്ടിൽ 1 month വരുള്ളൂ, ബാക്കി യൂസ് ചെയ്യാൻ തന്നെയാണ്. അതാണ് വണ്ടി കംപ്ലീറ്റ് ആളെ കയ്യിലാണ്. ഒരു പൊട്ട് കേൾക്കുന്നുണ്ട്, ആരോ വരുന്നുണ്ട്, സെറോണ് വരുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളത് വെച്ചാൽ ഈ വണ്ടി നമുക്ക് നോർമൽ ഒരു i20 നിന്നും വ്യത്യസ്തപ്പെട്ട ഒരു ലുക്കാണ് ഈ ഒരു വണ്ടിക്ക്. നമ്മളൊരു 4 ആൾ കാണുമ്പോൾ ശ്രദ്ധിക്കും, പക്ഷെ അത് ഷംസുവിൻ്റെ വണ്ടിയാണെന്നുള്ള ആ ഒരു ഐഡന്റിറ്റി ആ വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ഭ്രാന്തം വരുന്നുണ്ട്. ആ വരുന്ന പോണ വണ്ടി കാണിച്ചത് ആ പോകുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ വൈകാതെ ചെയ്യാം കേട്ടോ, അത് പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്തെല്ലാം വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്? ഇതിൽ കുറേ കാശിൻ്റെ റീമിൻ അലോയിൽ ചെയ്യണമെന്നുള്ളത് റീസെൻ്റ്ലിയാണ് ചെയ്തത്. മുമ്പൊക്കെ ചെയ്തൊക്കെ റീലും കാര്യങ്ങൾ ഉണ്ടാവും. അത് ആഗ്രഹപ്പുറത്ത് നമ്മൾ ഒറ്റ വണ്ടി മൂന്ന് ഊരിയിട്ട് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് പൂതിൻ്റെ പുറത്ത് ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ കുറേ കമന്റ്സും ഒക്കെ വന്നിട്ടുണ്ട്, എന്താണ് സ്വന്തമായിട്ട് വീഡിയോ മേടിച്ചൂടെ, എന്തിനാണ് ആരാണ്ട് നമ്മൾ കുറേ ഇങ്ങനെ ആക്കും. അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടു, പക്ഷെ കുഴപ്പമില്ല, സെറ്റായി പോകുന്നു. ഇപ്പോൾ റീസെന്റ് ഇട്ടിട്ടുള്ളൂ, ഒരാഴ്ച 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ വീലിട്ടു. ഇപ്പോൾ ഷംസുവിന്റെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മളെ ഒരു വലിയൊരാള് വന്നിട്ടുണ്ട്. നമ്മളെ ആളെല്ലാവർക്കും അറിയുന്നുണ്ടാവും, സെറോണാണ്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് എർട്ടിഗയുടെ വീഡിയോയിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്, പിന്നെ പെർഫോമൻസ് മാപ്പ് ചെയ്യണമെന്നുണ്ട്, ചെയ്തില്ല, സ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ട്, വൈകാതെ വരുന്നുണ്ട്. വരുന്നു സെറ്റാക്കാം. പിന്നെ
BMC ഡേ ചെയ്തിട്ടുണ്ട്, ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻടേക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്, ഡേ ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ? BMCയുടെ ഡേ ആണ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി പെർഫോമൻസും നൈസിലി ചെറിയൊരു കംപ്ലീറ്റ്ലി പറയാൻ പറ്റൂല, ഉള്ള സ്റ്റോക്കും ചെറിയൊരു ഉണ്ട്. അതെ, ത്രോട്ടിൽ ഒരു ചെറിയൊരു വ്യത്യാസം കിട്ടും, ചെറിയ ലിറ്റിൽ ബിറ്റ് മൈലേജും. പിന്നെ ഇതിൽ ഒരു BSP കൂട്ടാനുള്ള ഒരു എലമെന്റ് ഉണ്ട്. ഞാൻ ഇന്റീരിയർ പോകുമ്പോൾ കാണിച്ചത് ഞാൻ സ്റ്റിക്കർ അത് ഓനക്ക് തന്നെ അറിയില്ലായിരുന്നു, അത് ഞാൻ കാണിച്ചറിയാനിത്. പിന്നെ നമ്മള് ഇതിപ്പോ ലുക്ക് ബേസ് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? ലുക്ക് ബേസ് ഒന്നുമില്ല, ഇത് ഫ്രണ്ട് ഇത് ബ്ലാക്ക് റാപ്പ് ചെയ്താണ്, അത് 2018 റാപ്പ് ചെയ്താണ്. അല്ല ശരിക്കും ഇത് ഇങ്ങനെ ഇത് വരുന്നില്ല, ഡുവൽ ടോൺ വരുന്നില്ല. ഇല്ല. അപ്പൊ നമ്മൾ i20 2017 ശേഷം നമുക്ക് ഡുവൽ ടോൺ കമ്പനി വരുന്നുണ്ട്. വൈറ്റ് ബ്ലാക്ക് ശരിക്കും 2016 മാർച്ച്. ഓക്കെ, അപ്പൊ അതിൽ നമ്മള് ഡുവൽ ടോൺ സ്റ്റീരിയോയിൽ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഒന്നും ഇല്ല. 17 ശേഷമാണ് 17 എൻഡിക്കൊക്കെയാണ് സ്റ്റീരിയോ വരുന്നത്, ആപ്പിൾ കാർപ്ലേ വരുന്നത് ഒരു നിഗമനം അങ്ങനെയാണ്. പിന്നെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമ്മള് ഹെഡ്ലൈറ്റിൽ എന്തോ കസ്റ്റമൈസേഷൻ വരും. ഹെഡ്ലൈറ്റ് ഒന്നുമില്ല, ടെസ്ല ബ്രാൻഡിന്റെ 240 വാട്ട്സ് ഹെഡ് ചെയ്തിട്ടുണ്ട്. സെയിം ബ്രാൻഡിന് തന്നെ 120 വാട്ട്സ് ഫോം ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ മൊത്തമായിട്ട് മാറിയതാ? ഇല്ല, ഫുൾ ഓഫ് ഷെഡ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനത്തെ ആസ്ട്രോ ഓപ്ഷനിലാണ് വണ്ടി. അപ്പോൾ വിത്ത് കോർണർ ലാമ്പാണ് വരിക. ഓക്കെ, പിന്നെ ഫോഗ് ലാമ്പ് ടെസ്റ്റിന് 120 വാട്ട്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോഗ് ഇടാറുള്ള ഹെഡ് ഇടലില്ല, അത്യാവശ്യം നിറണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നമ്മള് അപ്ഗ്രേഡ് ചെയ്താണ് ഇത് അല്ലേ എല്ലാം. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലിപ്പ് കൊടുത്തിട്ടില്ല അല്ലേ? റബ്ബർ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സ്ക്രാച്ചസ് ഉള്ളതുകൊണ്ടാണ് താഴത്തെ ഒരു മാറ്റ് ബ്ലാക്ക് സ്റ്റിക്കർ എടുത്തിട്ടുള്ളത്. ഇനി ബമ്പറും അവിടെ കുറച്ച് പെയിന്റിംഗ് വർക്കുകൾ ഉണ്ട്, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം സെറ്റപ്പ് വെച്ചാണ്. യെസ്. പിന്നെ നമ്പർ പ്ലേറ്റ്സ് റഷ്യൻ പ്ലേറ്റ്സ് ആണ്, ഒരു 1000 വന്നിക്കണേ. ഓക്കെ, അതൊക്കെ നമ്മള് സ്നേഹത്തിന്റെ അപ്പോ ഫ്രണ്ട് ഷോപ്പിൽ നിന്ന് പ്രൊമോഷന് തന്നാണ്. ഓക്കെ, പ്ലേറ്റ്സ്. ഓക്കെ, അത് നമ്മൾ ക്രിയേറ്റർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ബൈക്കും ഇതും കൂടി കയറ്റുന്നവരൊരു പ്രൊമോഷൻ തന്നാണ്. ഓക്കെ, പ്രൊമോഷൻ പറയാൻ പറ്റില്ല, നമ്മുടെ ഫ്രണ്ട് ഷോപ്പ് തന്നെ നമുക്ക് അവരൊരു സെറ്റപ്പ് ആയിട്ട് തന്നാണ്, അങ്ങനെ വെച്ചു. പിന്നെ ഗ്രില്ല് നമ്മള് പിയാനോക്ക് മാറ്റിയത് ഇല്ല, അത് റീസെന്റ് ഇപ്പൊ ഇന്നലെ സർവീസിന് കൊടുത്താണ്. അപ്പൊ അവരെ പോളിഷ് ചെയ്താണ് അതിൽ. വെറുതെ അല്ല, ഭയങ്കര 2 ഗ്രില്ല് തരും. പിന്നെ നമ്മള് ടിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗാർവേർ ബ്രാൻഡിന്റെ 100 ഫുള്ള് ചെയ്തിട്ടുള്ളത്. ബൂട്ടും ഡിക്കി ഗ്ലാസും പിന്നെ 4 ഡോറും. മെയിൻ ഗ്ലാസ് 65%. എത്ര? 65. ഓക്കെ. പിന്നെ വീൽസ് ആണ് നമുക്ക് പറയാനുള്ളത്. നമ്മള് കുറെ കാലം ആഗ്രഹിച്ചെടുത്ത വീലാണ്. IFG 24 എന്ന് പറഞ്ഞ മോഡലാണ്. IFG 24. അപ്പൊ എത്ര J വരുന്നത്? അത് 8J വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോ 245/17 ടയർ സൈസ് വരുന്നത്. അപ്പൊ നമ്മള് ഓസിന്റെ ക്യാപ്പ്, ഒറിജിനൽ ക്യാപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത്. IFGയുടെ മറ്റേ ജെൽ ടൈപ്പ് ആണ്, പെട്ടെന്ന് പൂരിപ്പം ടൈപ്പ് ആയതുകൊണ്ട് ഓസിന്റെ ക്യാപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത്. തൽക്കാലത്തിന് നമ്മൾ അതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ സൈഡ് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഡെയിലി ഡ്രൈവ് ആണ്. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ സസ്പെൻഷൻ സൈഡ് ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡ് പ്രൊഫൈലായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, സ്റ്റോക്ക് തന്നെ. പിന്നെ നമ്മൾ BMCന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിയർ പ്രൊഫൈൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? റിയറിൽ ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ലോഗോ വരാം. ഇതും 4 ഡോറാനിൽ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോറാനില് സ്റ്റിക്കർ റാപ്പ് ആണ്, ഇത് പെയിന്റ് ആണ്. ഇത് ടൈലൈറ്റ് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്റ്റോക്ക് തന്നെ വന്നിട്ടുള്ളത് അല്ലേ? പിന്നെ ഇവിടെ ബോബ് ക്രൂ എന്ന് കാണാൻ പറ്റും. ഹോൾ ക്രൂവിന്റെ നെയിമാണ്, എല്ലാ വണ്ടിയും ഉണ്ടാവും. അതെ, നമ്മളെ എല്ലാത്തിലും ഉണ്ടാവും. ക്രൂവിലുള്ള എല്ലാ വണ്ടിയും ഈ സ്റ്റിക്കർ കാണാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇതിൽ നമുക്കൊരു എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡീസലില്. ഓക്കെ, ഇപ്പോ നമ്മള് നോർമലി നമ്മളൊരു ഡീസൽ എക്സോസ്റ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആണ് വരാറ്, അധികം സ്ട്രെയിറ്റ് ആണ് കൊടുക്കാറ്. അപ്പൊ അങ്ങനെ സ്ട്രെയിറ്റ് വരുമ്പോൾ അപ്പോൾ എഞ്ചിന് ഡയറക്റ്റ് എക്സോസ്റ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ലൗഡസ്റ്റ് ആയിക്കാറ് ഇതിന്റെ എക്സോസ്റ്റ്. ഭയങ്കര അല്ല, അത്യാവശ്യം ലൗഡസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം ഈ വണ്ടി അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നത്, അത്യാവശ്യം നല്ല സൗണ്ട് ആയിരുന്നു വണ്ടിക്ക്. ഇപ്പൊ നമ്മൾ ഇതിലൊരു മഫ്ലർ, കസ്റ്റം മഫ്ലർ ഇതിൽ ആഡ് ചെയ്തു. അപ്പൊ സൗണ്ട് ഒന്ന് മൈൽഡായി. ഓക്കെ, ഇപ്പൊ ഒരു ക്ലീൻ സൗണ്ട് ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ ക്ലീൻ സൗണ്ട് ആണ് ഇതിലിപ്പോ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഇപ്പോ ആഫ്റ്റർ എക്സോസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഡ്രൈവിംഗിൽ? കുറെ സാധനം പിടിച്ചു വെച്ചിട്ട് തുറന്നിടല്ലേ, സെറ്റപ്പാണ്. അതിന് അടഞ്ഞു കിടന്ന സാധനം കണ്ട് തുറന്ന് ഒരു ഫ്ലോ അതാണ് ഈ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ എക്സോസ്റ്റ് കൊടുക്കണേ അതിനാണല്ലോ, ഫ്രീ ഫ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഒന്നാമത് ഇപ്പൊ നമ്മള് ഇപ്പൊ എയർ ഫിൽറ്റർ മാറി, ഇതും മാറി. ഇനി അടുത്തിപ്പോ മാപ്പാണ്, വൈകാതെ വന്നോളും. ഓക്കെ, ഓക്കെ. ഇപ്പൊ എക്സോസ്റ്റിന്റെ സൈഡൊക്കെ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ അപ്രോക്സിമേറ്റ് ഇപ്പൊ നമുക്കൊരു ഡീസൽ എക്സോസ്റ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും? ഒരു 30-35K ഡീസൽ വരുമ്പോ. ഓക്കെ, ഇപ്പോ നമ്മൾ ഡേ ചെയ്യുമ്പോഴോ? ഡയക്ക് 14,500 വരുന്നത്. പൈപ്പിങ്ങിന് വണ്ടിക്ക് അനുസരിച്ചിരിക്കും. അത് നമ്മൾ കസ്റ്റമേഡ് വരുന്നില്ല, അതിന് താഴത്ത് തന്നെ പൈപ്പിങ് പല വണ്ടിക്കും പല പോലത്തെ. കസ്റ്റമേഡ് അല്ല, സൈസിന്റെ വ്യത്യാസം വരുമല്ലോ. ഓക്കെ, അപ്പൊ അതിന് സൈസിന്റെയും ബെൻഡിന്റെ വ്യത്യാസം പൊസിഷനൊക്കെ ആയിട്ട്. അതെ, പല വണ്ടിക്കും പല രീതിക്കല്ല കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് സെയിം സാധനം. അതിൽ പൈപ്പിങ്ങിന് വേറെ എമൗണ്ട് ആണ്, ഇതിൽ വേറെ എമൗണ്ട് ആണ്.
അതിനോടൊരു ഈസിയറാണ് ഇതിന്. അപ്പോൾ എർട്ടിഗയുടെ വീഡിയോ അന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡ് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ i20 യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനപ്പുറം ചെയ്യാം, ഇതിനപ്പുറം ചെയ്യാം. സ്പോയിലർ ആഡ് ചെയ്യാണ്ട്, ബാറ്റ്മാൻ മിറർ കപ്പ് ചെയ്യാണ്ട്, ലോവർ ചെയ്യാണ്ട്, കുറെ പേർക്ക് മാപ്പ് ചെയ്യാണ്ട്, പരിപാടി കുറെ ഉണ്ട്. അപ്പോൾ ക്ലീൻ സ്പെക്കിലൊക്കെ ചെയ്യാൻ പറ്റിയ സംഭവം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ചെറിയ രീതിക്കുള്ള പെർഫോമൻസ് സൈഡും ഉണ്ട്, എന്നാൽ ലുക്ക് വൈസ് നമുക്ക് ക്ലീൻ ആയിട്ട് വണ്ടി കിടന്നും ചെയ്തോളൂ. അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റീരിയർ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? ഇന്റീരിയർ ഒന്നുമില്ല, നമ്മള് സ്റ്റിയറിംഗ് അൽക്കൻ്റെ സ്റ്റിച്ചിങ് വരുന്നതാണ്. ഇത് ഒറിജിനൽ അല്ല, നോർമൽ ചെയ്യുന്നത്. ഓൺ എയർ ബാഗിന്റെ പീസും ഇത് ഓൾറെഡി പോയിട്ടുണ്ട്. ഷൈനാണ് ക്വാളിറ്റിയുടെ സാധനമാണ് ഇത്. ഇതിങ്ങനെ നമ്മൾ സ്റ്റിക്കർ പോലെ തന്നെ ഒരു റാപ്പ് പോലെ തന്നെ സെറ്റപ്പാണ്. ഇത് സ്റ്റിയറിംഗ് കവർ ആയിട്ട് വരുന്നതാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വേറെ മെറ്റീരിയൽ ആണ് ഇത്, അത് കുറച്ചുകൂടി ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഓക്കെ, സ്റ്റിക്കറിൽ വരുന്ന കുറച്ച് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ശരിയാണ്. പിന്നെ ഫോർജ്ഡ് കാർബൺ ലോഗോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫോർജ്ഡ് കാർബൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതും നമ്മൾ ഷെയറിംഗ് ചെയ്ത സെയിം സംഭവം അൽക്കന്താര. ഈ പില്ലർ കാണാൻ പറ്റും, ഇത് അൽക്കന്താരയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവരും നല്ല സോഫ്റ്റ് സംഭവം. പിന്നെ ആംബിയലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഡോട്ടക്സിന്റെ ആംബിയലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഡോട്ടക്സിന്റെ ആണ് ഈ ആംബിയലൈറ്റിംഗ് വരുന്നത്. അപ്പോ അതിന്റെ ലിങ്ക് ആണ് താഴെ കൊടുക്കട്ടെ ഞാൻ. ഓക്കെ, പിന്നെ നമ്മള് ഇന്റീരിയർ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? പിന്നൊന്നുമില്ല, നോർമലി ബോക്സിന്റെ പോർട്ട്, കമ്പനി വരുന്ന USB പോർട്ട്, ചാർജ് പോർട്ട്, വേറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയിൽ എൻജിൻ ട്യൂൺ ചെയ്യാതെ ഒരു 10 bhp ഇതിൽ കൂട്ടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, സ്റ്റിക്കർ ആഡ്സ് 10 bhp. യെസ്, എത്ര കിട്ടി? ഇപ്പോഴതിനെക്കാട്ടി സ്റ്റോക്കിനെക്കാട്ടി 10 bhp കിട്ടിയില്ലേ? 10 അധികം ഉണ്ട്. ഇപ്പൊ സീറ്റ് കവർ നമ്മൾ വണ്ടി എടുത്തെന്ന് ചെയ്തിട്ടുള്ള അല്ലേ? സ്റ്റിൽ ഇതിപ്പോ 10 വർഷമായിട്ടും യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല. കാണാൻ പറ്റും, ക്ലീൻ സാധനം കേട്ടോ. അന്ന് എത്ര കൊടുത്ത്? അന്ന് 12 മുതലായി. കാരണം ഇപ്പോഴും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇരിക്കുന്ന സൈഡിലുണ്ട്, ഞാൻ വെയിറ്റ് ഉണ്ടായതുകൊണ്ട് അത് ചെറിയൊരു ഉള്ളിൽ വന്നിട്ടുണ്ടാവും. അതെങ്ങനെ നോക്കി കഴിഞ്ഞാലും ഡ്രൈവർ സൈഡ് ആയിക്കാരം വീക്ക് ആവുക. കാരണം എപ്പോഴും കയറുന്ന ഭാഗം അങ്ങനെ ഇരിക്കില്ല, ചെറിയൊരു ക്രാക്ക്, ചെറിയൊരു മൈൻഡ് ക്രാക്ക് ഉള്ളൂ. ക്വാളിറ്റി വൈസ് സംഭവം. ബ്രാൻഡ് മെറ്റീരിയൽ അറിയില്ല, അത് അറിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരുന്നു, എനിക്ക് കൊണ്ടേ അടിക്കായിരുന്നു. അല്ലേ, ഇത് ഒരിക്കലും അങ്ങനെ 10 വർഷം ലൈഫ് അങ്ങനെ കിട്ടാറില്ല. എത്ര ക്ലീൻ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ക്ലീൻ ആയിട്ടാണ് നിൽക്കുന്നേ. ഇത് പ്രൊമോഷൻ ഒന്നും അല്ലട്ടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണത്. ഞാൻ 10 വർഷം പറഞ്ഞപ്പോ ഞാൻ നോർമലി എല്ലാവരും ഒരു 5-6 കൊല്ലം റീപ്ലേസ് ചെയ്യാനാണ്. ഇതുവരെ വന്നിട്ടില്ല, അതിന് നോക്കാൻ ആവശ്യം വന്നിട്ടില്ല. അതെ, എന്തെങ്കിലുമൊക്കെ വണ്ടി വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷംസുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തമായിട്ടുള്ള പ്ലാൻ കിട്ടും. നമ്മള് ബോബ് ക്രൂവിലെ വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ ആ വണ്ടികളൊന്നും അങ്ങനെ അല്ലായിരുന്നു. വണ്ടിയിൽ ഇന്ന കാര്യം ചെയ്ത് തന്നെ നന്നാവുമെന്ന് പറയും. അപ്പോൾ അത് അതിന് ഇനിയിപ്പോൾ എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ബോബ് ക്രൂവിലത്തെ വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ആ വണ്ടികളൊന്നും അന്നത്തെ നമ്മള് ബോബ് ക്രൂവില് ക്രൂ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 year ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ടീമുണ്ട്, പക്ഷെ അതിലും എപ്പോഴും സ്റ്റോക്കിന്റെ വണ്ടിയായിരുന്നു. ഇപ്പൊ ഒന്ന് മാറി തുടങ്ങിയത്. പിന്നെ വണ്ടി മാത്രം സ്റ്റോക്ക് ഉള്ളായിരുന്നു. കാരണം എനിക്ക് പക്ക ഡെയിലി ഡ്രൈവാണ്, ഫാമിലി യൂസ് ആയതുകൊണ്ടും അത് നോക്കാനത്. പിന്നെ ഇങ്ങനെ പതിയെ ഇങ്ങനെ ഡ്രീം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആയതാണ്. ഇതാണ് ഫുഡിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ BMCയുടെ ഡേ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കസ്റ്റം പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത്, സ്റ്റീൽ പൈപ്പ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇത് പല വണ്ടിക്കും പല രീതിയിലായിരിക്കും ഈ പൈപ്പ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് പൈപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് പൈപ്പ്. സ്റ്റോക്ക് എയർടെക്കിന്റെ പൈപ്പാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് ബോക്സിനോട് വരിക, ആ ബോക്സ് റിമൂവ് ചെയ്തിട്ടാണ് സ്പേസ് സെറ്റാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അറേഞ്ച്മെന്റിലെ വരിക. അപ്പൊ ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സംഭവം ആയതുകൊണ്ട് ഇതിന് അറേഞ്ച്മെന്റ് ഇല്ല. അപ്പൊ അത് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു പൈപ്പിംഗ് ഒക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന ആവശ്യം വരുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ പറഞ്ഞു ഇത് ഡേ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് 13K സംതിങ് ആണ്, 14,500 വരുന്നത്. ഇപ്പോൾ ഇതിന്റെ ഒരു പെർഫോമൻസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാലെടുത്താ ഓക്കെ. അപ്പോൾ ഇപ്പൊ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഡീസൽ വണ്ടിയാണ്, ടർബോന്റെ വിസിൽ വരലുണ്ടോ? ഉണ്ട്. 2000 RPM റണ്ണിങ്ങിൽ 1.8 റണ്ണിങ്ങിനല്ലേ കിട്ടും? അല്ലാതെ കിട്ടും, നോസ് കിട്ടും, ചെറിയ റബിലൊക്കെ കിട്ടാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ റണ്ണിങ് പോണ സമയത്ത് നല്ല ലൗഡസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ലൗഡ് കേൾക്കൂല. നമുക്ക് ഇന്റീരിയർ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് കറക്റ്റ് വിസിൽ കിട്ടും. ഓക്കെ, അതാണ് ഇതിന്റെ പ്ലഷർ. അതെ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ എക്സോസ്റ്റ് ആണ്. ഇതിലൊരു നമ്മൾ ഒരു ഫുൾ സിസ്റ്റം ഡീസൽ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കേൾപ്പിച്ചിരവാ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാം.
ഇതിപ്പോൾ എത്ര RPM? 3000. അത് 3000 RPM നമുക്ക് എത്ര ഒരു ലൗഡ് വരുന്നത്. അപ്പോൾ ഒരു നോർമൽ ഒരു 1000-1500 നോക്കുകയാണെങ്കിൽ ഒന്ന് കൊടുത്താൽ ഓക്കെ, ഈ ഒരു സൗണ്ടാണ് നമ്മൾ നോർമൽ രീതിക്ക് വരിക. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഈ ഒരു i20നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു സ്ഥലം കിടലും വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.